നമസ്കാരം. സപ്തസ്വര യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോ ആയ NCERT ക്ലാസ് 8 ഹിന്ദി മൽഹാർ ചാപ്റ്റർ 9 ആത്മീക അനുപാത് എന്ന പോയത്തിൻ്റെ മലയാളം എക്സ്പ്ലനേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാപ്റ്ററിലേക്ക് പോകാം. ചാപ്റ്ററിൻ്റെ ചെറിയൊരു സമ്മറിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. गिरिजा कुमार माथुर द्वारा रचित कविता में मनुष्य के अस्तित्व पहचान उसकी सीमाओं को समझाने का प्रयास किया गया है. അതായത് ഗിരിജാകുമാർ മാത്തൂർ രചിച്ചിട്ടുള്ള കവിതകളിൽ മനുഷ്യൻ്റെ അസ്തിത്വം, അതായത് ഈ ആത്മീക അനുപാത് എന്ന പോയത്തിൽ മനുഷ്യൻ്റെ അസ്തിത്വം, അതുപോലെ തന്നെ അവരുടെ ഐഡൻറ്റിറ്റി, അതുപോലെ തന്നെ അവരുടെ ലിമിറ്റേഷൻസ്, ബൗണ്ടറി, ഇതെല്ലാം വിശദീകരിച്ചു കൊണ്ടുള്ള ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ആജ് കെ ഭൗതികവാദി യുഗ് में आदमी भूल गया है कि वह इस असीम സൃഷ്ടി का एक छोटा अंश है. आज के ഭൗതികവാദി യുഗമേം, ഇന്നത്തെ കാലഘട്ടത്തിൽ ആദ്മി ഭൂൽ ഗയാ ഹേ കി, മനുഷ്യൻ മറന്നു പോവുകയാണ്, വഹ് ഈസ് അസീം സൃഷ്ടിക്ക, ഈ ഒരു സീമയില്ലാത്ത, അതിരില്ലാത്ത, ബൗണ്ടറി ഇല്ലാത്ത ഈ ഒരു സൃഷ്ടിയുടെ, ഈ ഒരു യൂണിവേഴ്സിൻ്റെ ഏക്ക് ചോട്ട അംശ ഹേ, ഒരു ചെറിയൊരു അംശം മാത്രമാണെന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ മറന്നു പോകുന്നു. ब्रह्मांडीय संरचना में आदमी का स्थान सूक्ष्म है, किंतु फिर भी वह अहंकार, द्वेष, घृणा और स्वार्थ में लीन होकर दूसरे आदमी को स्वयं के समक्ष तुच्छ समझता है. അതായത് ബ്രഹ്മാണ്ഡീയ സംരചനാമേ, ഈ ഒരു അസീം സൃഷ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വലിയ ബൃഹത്തായ ഒരു യൂണിവേഴ്സിൽ അവർ എന്ന് പറയുന്നത്, മനുഷ്യർ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, ചെറിയൊരംശം ആണ്. ബ്രഹ്മാണ്ഡീയ സംരചനാമേം ആത്മീക സ്ഥാൻ സൂക്ഷ്മ ഹേ, ഈ ഒരു ബ്രഹ്മാണ്ഡത്തിൽ, ഈ ഒരു യൂണിവേഴ്സിൽ മനുഷ്യൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ആറ്റത്തെ പോലെ വളരെ ചെറുതാണ്. കിന്തു ഫിർബി വഹ് അഹങ്കാർ, എങ്കിൽ പോലും അവർ വളരെ അഹങ്കാരവും വിദ്വേഷവും വെറുപ്പും അവരുടെ മനസ്സിൽ സ്വാർത്ഥതയും സെൽഫിഷ്നെസ്സും ഒക്കെ വെച്ചുകൊണ്ട് ദൂസരെ ആത്മീകോ സ്വയം കെ സമക്ഷ് തുച്ഛ സമജ്താ ഹേ, മറ്റുള്ളവരെ തുച്ഛമായിട്ട്, വെറും തുച്ഛമായിട്ടാണ് അവർ കാണുന്നത് എന്നാണ് ഇദ്ദേഹം ഈ പോയത്തിൽ പറയുന്നത്. ചാപ്റ്ററിലേക്ക് പോകാം. ആത്മീക അനുപാത്, മനുഷ്യരുടെ ഒരു റേഷ്യോ, അതായത് യൂണിവേഴ്സും മനുഷ്യനും തമ്മിലുള്ള ഒരു അനുപാതം, ഒരു റേഷ്യോ എങ്ങനെയായിരിക്കും എന്നാണ് കവി ഇവിടെ പറഞ്ഞു തരുന്നത്. ദോ വ്യക്തി കമരേമേം കമരേസെ ചോട്ടെ, രണ്ട് വ്യക്തികൾ റൂമിൻ്റെ ഉള്ളിലാണ്. റൂമെന്ന് പറയുന്നത് വളരെ ചെറുതാണ്, റൂമിനേക്കാൾ വളരെ ചെറുതാണ് ആ രണ്ട് വ്യക്തികൾ. കമര ഹേ ഗർമേം ഗർ ഹേ മുഹല്ലേമേം, കമര എന്ന് പറയുന്നത്, ഒരു റൂം എന്ന് പറയുന്നത് ആ ഒരു വീടിനുള്ളിലാണ്. വീട് എന്ന് പറയുന്നത് മുഹല്ലേമേം, ഒരു ഏരിയയിൽ, ഒരു ലൊക്കാലിറ്റിയിലാണ്. മുഹല്ല നഗർമേം, നഗർ ഹേ പ്രദേശ് മേം, മുഹല്ല എന്ന് പറയുന്നത് ഒരു നഗരത്തിലാണ്, നഗർ എന്ന് പറയുന്നത് ഒരു പ്രദേശത്തിലുമാണ്. പ്രദേശ് കൈ ദേശ് മേ ഹേ, പ്രദേശം എന്ന് പറയുന്നത് ഒരു ദേശത്തിലാണ്. ദേശ് കൈ പൃഥ്വി പർ, ദേശം എന്ന് പറയുന്നത് ഒരു പൃഥ്വിയിലാണ്, നമ്മുടെ ഏതോ ഒരു പൃഥ്വി ഭൂമിയിലാണ്. അൻകിൻ നക്ഷത്രോമേം പൃഥ്വി ഏക്ക് ചോട്ടി, അൻകിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനേകം, എണ്ണമറ്റ, അൺകൗണ്ടബിൾ ആയിട്ടുള്ള നക്ഷത്രങ്ങൾക്കിടയിൽ പൃഥ്വി ഒരു വളരെ ചെറുതാണ്. കരോടോമേം ഏക്ക് ഹി സബ്കോ സമേട്ടെ ഹേ, കോടികളിൽ ഒന്നാണ് ഈ പൃഥ്വി എന്ന് പറയുന്നത്. സബ്കോ സമേട്ടെ ഹേ, അതിലെല്ലാവരെയും ഗ്യാദർ ചെയ്തിട്ടുണ്ട്, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പരിധി നഭ് ഗംഗ കി ലാഖോം ബ്രഹ്മാണ്ടോമേ अपना एक ब्रह्मांड है, हर ब्रह्मांड में कितनी ही पृथ्वियाँ, അതായത് അൻകിൻ നക്ഷത്രമേയും, അനേകം നക്ഷത്രങ്ങൾക്കിടയിൽ, അതുപോലെ തന്നെ കോടികൾക്കിടയിൽ പൃഥ്വി എന്ന് പറയുന്നത്, കോടികളായ നക്ഷത്രങ്ങൾക്കിടയിൽ പൃഥ്വി എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ആ പൃഥ്വിയിൽ എല്ലാവരെയും, സബ്കോ സമേട്ടെ ഹേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ഗ്യാദർ ചെയ്യിച്ചിട്ടുണ്ട്, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പരിധി നബ് ഗംഗ കി ലാഖോം ബ്രഹ്മാണ്ടോമേം അപ്ന ഏക് ബ്രഹ്മാണ്ട്,
പരിധി നഭഗംഗാമയും, അതായത് ഈ ഒരു നഭഗംഗ, ആകാശഗംഗ, പരിധി നഭഗംഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശഗംഗ എല്ലാവരെയും ഉൾക്കൊള്ളുന്നു. ഈ പൃഥ്വിയെയും ഈ പ്രപഞ്ചത്തെയും ഈ മനുഷ്യനെയും ഒട്ടനേകം താരങ്ങളെയും നക്ഷത്രങ്ങളെയും ഉൾക്കൊള്ളുന്നു. ലാഖോം ബ്രഹ്മാണ്ഡമേം അപ്പന ഏക് ബ്രഹ്മാണ്ട്, ഒരുപാട് ലക്ഷക്കണക്കിന് ബ്രഹ്മാണ്ഡങ്ങൾക്കിടയിൽ നമ്മളുടേതും ഒരു ചെറിയ ബ്രഹ്മാണ്ഡം ആണ്. ഹർ ബ്രഹ്മാണ്ഡമേം കിതനി ഹി പൃഥ്വിയോം, ഓരോ ബ്രഹ്മാണ്ഡത്തിലും കിതനി ഹി പൃഥ്വിയാം, എത്രത്തോളം പൃഥ്വികളാണ്, എത്രത്തോളം, കിതനി ഹി ഭൂമിയാം, എത്രത്തോളം ഭൂമിയാണ്, കിതനി ഹി സൃഷ്ടിയാം, എത്രത്തോളം സൃഷ്ടിയാണ്. യഹ് ഹേ അനുപാത് ആത്മീക വിരാട് സേ, ഇതാണ് അനുപാതം എന്ന് പറയുന്നത്, റേഷ്യോ എന്ന് പറയുന്നത്. എന്തിൻ്റെ റേഷ്യോ? ആത്മീക വിരാട് സേ, ഒരു ആത്മീയും അതുപോലെ തന്നെ ഈ ഒരു യൂണിവേഴ്സ്, വിരാട് സേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സും തമ്മിലുള്ള ഈ ഒരു അനുപാതം എന്ന് പറയുന്നത് ഇതാണ്. ഈസ് പർ ബി ആത്മീ ഈർഷ്യ അഹം സ്വാർത്ഥ घृणा अविश्वास लीन संज्ञातीत शंख सी दीवारें ഉടാത്ത ഹേ, അതായത് ഈ ഒരു അനുപാതത്തിൽ, അതായത് ഈ ഒരു യൂണിവേഴ്സിൽ മനുഷ്യൻ എന്ന് പറയുന്നത് എത്രത്തോളം ചെറുതാണെന്ന് നോക്കൂ. അതായത് മനുഷ്യൻ താമസിക്കുന്നത് ഒരു മുറിക്കുള്ളിലാണ്. മുറി എന്ന് പറയുന്നത് ഒരു റൂം എന്ന് പറയുന്നത് ഒരു വീടിനുള്ളിലാണ്. വീടെന്ന് പറയുന്നത് ഒരു ലൊക്കാലിറ്റിയിലാണ്. ലൊക്കാലിറ്റി എന്ന് പറയുന്നത് ഒരു നഗരത്തിലാണ്. നഗരം എന്ന് പറയുന്നത് ഒരു ദേശത്തിലാണ്. ദേശം എന്ന് പറയുന്നത് ഒരു പ്രദേശത്തിലാണ്. പ്രദേശം എന്ന് പറയുന്നത് ഈ പൃഥ്വിയിലാണ്. പൃഥ്വി എന്ന് പറയുന്നത് അതിരുകളില്ലാത്ത ഈ ബ്രഹ്മാണ്ഡം യൂണിവേഴ്സിലാണ്. യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഒട്ടനേകം കോടികൾ ഉൾക്കൊള്ളുന്ന നക്ഷത്ര സമൂഹങ്ങളെ ആകാശഗംഗയിലാണ്. ഈ ആകാശഗംഗയിൽ ഒരുപാട് ബ്രഹ്മാണ്ഡങ്ങളുണ്ട്. അതിലൊന്ന് ഒരു ബ്രഹ്മാണ്ഡത്തിലാണ് നമ്മൾ താമസിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇത്രത്തോളം ചെറുതാണ് നമ്മൾ, ഈ ബ്രഹ്മാണ്ഡത്തിൽ നിന്നും ഇത്രത്തോളം സൂക്ഷ്മമാണ് നമ്മൾ, ചെറുതാണ് നമ്മൾ എന്നാണ് കവി പറയുന്നത്. ഇസ് പർ ബി ആത്മി ഈർഷ്യ അഹം സ്വാർത്ഥ घृणा അവിശ്വാസ് ലീൻ സംഖ്യാതീത് ശംഖ് സി ദീവാരേം ഉടുത്താ ഹേ. ഇസ് പർ ബി, എന്നിട്ടും കൂടി, എങ്കിൽ പോലും, ആത്മി മനുഷ്യൻ, ആത്മി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ, ഇസ് പർ ബി ആത്മി ഈർഷ്യ ദേഷ്യം, അഹം അഹങ്കാരം, സ്വാർത്ഥ് സെൽഫിഷ്, घृणा എന്ന് പറഞ്ഞാൽ വെറുപ്പ്, അവിശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വാസമില്ലായ്മ, ഇതിനെല്ലാം ലയിച്ച്, ലീൻ എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം ലയിച്ച്, സംഖ്യാതീത് ശംഖ് സി ദിവാരേം ഉടുത്താഹേ, ഒട്ടനേകം ശംഖുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു ഭിത്തി പോലെ അവർ സ്വയം പണിത് വെച്ചിരിക്കുകയാണ്. അവരുടെ മനസ്സിൽ ഒരു വാൾ രൂപപ്പെടുത്തിയിരിക്കുകയാണ്. അവർ മറ്റുള്ളവരിൽ നിന്നും അവർ വേർതിരിഞ്ഞ് നിൽക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നാണ് കവി പറയുന്നത്. അപ്നേക്കോ ദൂജേക്കാ സ്വാമി ബതാത്താ ഹേ. ദൂജെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? അപ്നേക്കോ ദൂജെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൂസരോം കാ സ്വാമി ബതാത്താ ഹേ, സ്വന്തം തന്നെ മറ്റുള്ളവരുടെ ഒരു സ്വാമി ആയിട്ടാണ് അവർ പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെക്കാൾ വലുതാണ് താനെന്ന ഭാവം വെച്ച് പുലർത്തുന്നവരാണ് ഈ ലോകത്തിലുള്ള, ഈ പ്രപഞ്ചത്തിലുള്ള മനുഷ്യർ എന്നാണ് പറയുന്നത്. ദേശോം കി കോൻ കഹേ ഏക് കമരേമേം ദോ ദുനിയ രജാത്താ ഹേ. ദേശത്തെ മാത്രമല്ല അവർ ബൗണ്ടറി വെച്ചിരിക്കുന്നത്, അവർ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ എവിടെയാണ്? ഒരു കമരയിൽ ദോ ദുനിയ രജാത്താ ഹേ, ഒരു റൂമിൻ്റെ ഇടയിൽ പോലും, അതായത് ആളുകൾ പരസ്പരം അവർക്കിടയിൽ പോലും, അതുപോലെ തന്നെ ഒരു വീട്ടിൽ കഴിയുന്നവർക്കിടയിൽ പോലും അവർ ഇതുപോലെ തന്നെ രണ്ട് ലോകങ്ങൾ പണിതു വെച്ചിരിക്കുകയാണ്. ദോ ദുനിയ രജാത്താ ഹേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതിലുകൾ തീർത്തിരിക്കുകയാണ്. മതിലുകൾ എന്ന് പറയുന്നത് മനസ്സിനുള്ളിൽ അവർ ഒരു ബൗണ്ടറി വെച്ചിരിക്കുകയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനാണ് വലിയവൻ എന്നുള്ള ഭാവമാണ് അവർക്ക്. അവരുടെ മനസ്സിൽ ഈർഷ്യ, അഹങ്കാരം, സ്വാർത്ഥത, സെൽഫിഷ്നെസ്, ഇതെല്ലാമാണ് അവരെ നയിക്കുന്നത്. മറ്റുള്ളവരെക്കാൾ തങ്ങളാണ് വലുത്, മറ്റുള്ളവർ തങ്ങളെക്കാൾ എത്രയോ തുച്ഛമാണ് എന്നാണ് ഈ കവിതയിലൂടെ കവി പറയുന്നത്. അതായത് ഇത്രയും വലിയ ബ്രഹ്മാണ്ഡത്തിൽ മനുഷ്യൻ ഇത്രയും തുച്ഛമാണെങ്കിൽ പോലും, ഇത്രയും സൂക്ഷ്മമാണെങ്കിൽ പോലും അവരുടെ അഹങ്കാരത്തിനോ അവരുടെ ദേഷ്യത്തിനോ വെറുപ്പിനോ ഒന്നും ഒരു കുറവില്ല. അവർ തങ്ങളെ തന്നെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് തങ്ങൾ വലിയവൻ എന്നുള്ള ചിന്തയാൽ തന്നെ മറ്റുള്ളവരുമായിട്ടുള്ള ഒരു സാമൂഹിക സഹകരണമോ ഒന്നുമില്ലാതെ ഒരു സ്വയം അവരുടെ മനസ്സിൽ ഒരു ഭിത്തി കെട്ടി ഉറപ്പിച്ചതുപോലെയാണ്. ഒരു വീടിനുള്ള കഴിയുന്നവർ പോലും
അങ്ങനെ ഒരു ബൗണ്ടറിക്കുള്ളിലാണ് കഴിയുന്നത് എന്നാണ് ഇവിടെ ഗിരിജ കുമാർ മാത്തൂർ പറഞ്ഞിരിക്കുന്നത്. കവീസെ പരിചയ, കവിയെക്കുറിച്ച് പരിചയപ്പെടാം. ഗിരിജ കുമാർ മാത്തൂർ का जन्म मध्य प्रदेश के അശോക് നഗർ जनपद में हुआ था. ഗിരിജ കുമാർ മാത്തൂറിൻ്റെ ജന്മം മധ്യപ്രദേശിലെ അശോക് നഗറിലായിരുന്നു. ഉൻകെ പിതാ ദേവി ചരൺ മാത്തൂർ ബി കവിതായം ലിഖ്തേ थे. അദ്ദേഹത്തിൻ്റെ പിതാവ് ദേവി ചരൺ മാത്തൂറും കവിതകൾ എഴുതിയിരുന്നു. ഗിരിജ കുമാർ മാത്തൂർ ആകാശവാണിമേം കൈ മഹത്വപൂർണ്ണ പദോं पर രഹേ. ഗിരിജ കുമാർ മാത്തൂർ ആകാശവാണിയിൽ ഒരു മഹത്വപൂർണ്ണ ശ്രേഷ്ഠമായിട്ടുള്ള പദവി വഹിച്ചിട്ടുള്ള ആളാണ്. കവിതാവോമേം അതിരിക്ത് ഉन्होंने कई नाटक गीत कहानी और निबंध भी लिखे. കവിതകൾ കൂടാതെ അദ്ദേഹം ഒരുപാട് നാടകങ്ങളും ഗീതവും കഹാനിയും സ്റ്റോറിയും അതുപോലെ തന്നെ നിബന്ധവും എല്ലാം രചിച്ചിട്ടുണ്ട്. ഉൻകി അനേക കൃതിയാം പ്രകാശിത് ഹെ. അദ്ദേഹത്തിൻ്റെ ഒട്ടനേകം കൃതികൾ പ്രകാശിക്കപ്പെട്ടിട്ടുണ്ട്. ജിൻമേ മഞ്ജീർ, നാശ് ഔർ നിർമാൺ, ധൂപ് കെ ദാൻ, ശിലാപങ്ക്, ചംകീലെ ഔർ മേം വക്ത് കെ ഹും സാമനെ പ്രമുഖ് ഹെ. ഈ പറയുന്നതെല്ലാം ഇതിൽ പ്രമുഖമാണ്. ഉന്നോനെ പ്രസിദ്ധ ഭാവാന്തർ ഗീത് ഹോങ്കെ കാമ്യാബ് ബി രചന കീതി. അദ്ദേഹത്തിൻ്റെ വളരെ ഭാവാന്തരമായിട്ടുള്ള ഒരു കവിതയാണ് കാമ്യാബ്, ഹോങ്കെ കാമ്യാബ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി കവിതയുടെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ആത്മീക അനുവാദം. ദോ വ്യക്തി കമരേമേം, കമരേസെ ചോട്ടെ. രണ്ട് വ്യക്തികൾ റൂമിനുള്ളിലാണ്, റൂമിനേക്കാൾ ചെറുതാണ് അവർ. കമര ഹെ ഗർമേം, ഗർ ഹെ മുഹല്ലേമേം. കമര എന്ന് പറയുന്ന റൂം എന്ന് പറയുന്നത് വീടിനുള്ളിലാണ്. ഗർ ഹെ മുഹല്ലേമേം, ഗർ എന്ന് പറയുന്നത് ഒരു ഏരിയയിലാണ്, ലൊക്കാലിറ്റിയിലാണ്. മുഹല്ല ഹെ നഗർ മേം, നഗർ ഹെ പ്രദേശ് മേം. മുഹല്ല എന്ന് പറയുന്നത് ഒരു സിറ്റിയിലാണ്, സിറ്റി എന്ന് പറയുന്നത് ഒരു പ്രദേശത്തിലാണ്. പ്രദേശ് കൈ ദേശ് മേം, ദേശ് കൈ പൃഥ്വി പർ. പ്രദേശ് എന്ന് പറയുന്നത് ഒരു കൺട്രിയിലാണ്, കൺട്രി എന്ന് പറയുന്നത് ഒരു ദേശ് എന്ന് പറഞ്ഞാൽ കൺട്രി, കൺട്രി എന്ന് പറയുന്നത് പൃഥ്വിയിലാണ്. अनगिन नक्षत्रों में पृथ्वी एक छोटी, करोड़ों में एक ही सबको समेटे है. परिधि नभ गंगा की लाखों ब्रह्मांड में अपना एक ब्रह्मांड. അതായത് देश कई पृथ्वी पर, अनगिन नक्षत्रों में അനേകം നക്ഷത്രങ്ങൾക്കിടയിൽ, പൃഥ്വി ഏക്ക് ചോട്ടി. പൃഥ്വി എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. കരോഡോമേം ഏക്ക് ഹി, കോടികൾ. കരോഡോ മീൻസ് ക്രോർസ്, കോടികളിൽ ഒന്നാണ്. സബ്കോ സമയട്ടെ ഹെ, എല്ലാവരെയും ഗ്യാദർ ചെയ്യിക്കുന്നു. എന്താണ് ഗ്യാദർ ചെയ്യിക്കുന്നത്? എല്ലാവരെയും ഉൾക്കൊള്ളുന്നു. എന്താണ് ഉൾക്കൊള്ളുന്നത്? പരിധി നബ് ഗംഗാക്കി ലാക്കോം ബ്രഹ്മാണ്ടമേം. പരിധി നബ് ഗംഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശഗംഗയാണ്. ആകാശഗംഗയിൽ നമ്മുടെ പൃഥ്വി എന്ന് പറയുന്നത് ലാക്കോം ബ്രഹ്മാണ്ടോമേം ഏക് ഹെ. അതായത് നമ്മുടെ ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത് ആകാശഗംഗയ്ക്കുള്ള ബ്രഹ്മാണ്ടത്തിൽ നിന്നും ഒന്നാണ്. ആകാശഗംഗയിൽ അത്രത്തോളം ബ്രഹ്മാണ്ടങ്ങളുണ്ട്. അതിലൊന്നാണ് നമ്മളുടെ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഹർ ബ്രഹ്മാണ്ടോമേം, ഓരോ ബ്രഹ്മാണ്ടത്തിലും കിത്നി ഹി പൃഥ്വിയാം, എത്രത്തോളം പൃഥ്വികളാണ്. കിത്നി ഹി ഭൂമിയാം, എത്രത്തോളം ഭൂമികളാണ്. കിത്നി ഹി സൃഷ്ടിയാം, എത്രത്തോളം സൃഷ്ടികളാണ്. യഹ് അനുപാത് ആത്മീക വിരാട് സെ. ഇതാണ് റേഷ്യോ എന്ന് പറയുന്നത്, അനുപാതം. റേഷ്യോ എന്ന് പറയുന്നത് എന്തുമായിട്ടുള്ള റേഷ്യോ? ആത്മീക വിരാട് സെ, ഒരു മനുഷ്യനും അതുപോലെ തന്നെ വിരാട്, ഈ യൂണിവേഴ്സും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് ഇതാണ്. ഇസ് പർ ബി, എങ്കിൽ കൂടി ആത്മീ ഈർഷ്യ, അഹം, സ്വാർത്ഥ, ഘൃണ, ഈർഷ്യ ദേഷ്യം, അഹം അഹങ്കാരം, സ്വാർത്ഥ സെൽഫിഷ്നസ്, ഘൃണ വെറുപ്പ്, വിശ്വാസമില്ലായ്മ എന്നിവയിൽ ലയിച്ച് സംഖ്യാതീത് ശംഖുസി ദിവാരോ മുടാത്താഹേ. ഒരുപാട് അനേകം ശംഖുകളുടെ ഷെല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഭിത്തികൾ പോലെ അവരുടെ മനസ്സിലും സ്വയം ഭിത്തികൾ തീർത്തു വെച്ചിരിക്കുകയാണ്, വോൾ പണിത് വെച്ചിരിക്കുകയാണ്. അപ്പനേക്കോ ദൂജെ ഹപ്പെ ദൂസരെ, അതായത് മറ്റൊരാൾ. അപ്പനേക്കോ ദൂജേക്ക സ്വാമി ബതാത്താഹേ,
മറ്റൊരാളുടെ സ്വാമിയാണ് താനെന്ന് പറയുന്നു. അതായത് മറ്റൊരാൾ തന്നേക്കാൾ ചെറിയവനാണെന്നാണ് പറയുന്നത്. ദേശോം കി കോൻ കഹേ ഏക് കമരേമേൻ ദോ ദുനിയ രജാത്താ ഹേ. ദേശത്തിൽ മാത്രമല്ല, ഒരു മുറിക്കുള്ളിൽ, ഒരു റൂമിനുള്ളിൽ പോലും അവർ രണ്ട് വേൾഡ് പണിത് വെച്ചിരിക്കുകയാണ്. അതായത് ഭിത്തികൾ തീർത്ത് അവരുടെ മനസ്സുകളിൽ ദേഷ്യത്തിൻ്റെയും വെറുപ്പിൻ്റെയും മറ്റുള്ളവർ തങ്ങളെക്കാൾ ചെറുതാണ് എന്നുള്ള ചിന്തയോടും കൂടിയുള്ള മനോഭാവത്തിൽ അവർ സ്വയം തന്നെ മനസ്സിൽ ഒരു അതിർവരമ്പ്, ഒരു ഭിത്തി, ഒരു വാൾ പണിത് വെച്ചിരിക്കുകയാണ് എന്നാണ് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സ്പ്ലനേഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണേ. ലാസ്റ്റ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ഞാൻ ഈ ഒരു ഭാവാർത്ഥം കൊടുത്തിട്ടുണ്ട്, അതും കൂടി നോക്കണേ. ഒന്നാമത്തെ സ്റ്റാൻസയും അതിൻ്റെ ഭാവാർത്ഥവുമാണ്. ദോ വ്യക്തി കമരെ മേം കമരെ സെ ചോട്ടെ, കമര ഹെ ഘർ മേം, ഘർ ഹെ മുഹല്ലെ മേം, മുഹല്ല നഗർ മേം, നഗർ ഹെ പ്രദേശ് മേം, प्रदेश कई देश में, देश कई पृथ्वी पर, अनगिन नक्षत्रों में, पृथ्वी एक छोटी करोड़ों में एक ही, सबको समेटे है, परिधि नभ गंगा की लाखों ब्रह्मांड में अपना एक ब्रह्मांड है. ഇതിൻ്റെ ഭാവാർത്ഥമാണ്. भावार्थ कवि जीवन की सीमा और व्यक्तिगत दायरे के बात करता है. ഇവിടെ കവി എന്ന് പറയുന്നത് കവി ജീവൻ്റെ ഒരു സീമ, അതിൻ്റെ ഒരു ബൗണ്ടറി, അതുപോലെ തന്നെ വ്യക്തികളുടെ ഒരു ബൗണ്ടറി, ഇതിനെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. छोटे से घर में रहने वाले मनुष्य किसी एक इलाके, नगर, प्रदेश और देश का हिस्सा है. ചോട്ടെ സെ ഘർ മേ രഹ്നെ വാലെ മനുഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ഒരു വീട്ടിൽ താമസിക്കുന്ന മനുഷ്യൻ, കിസി ഏക്ക് ഇലാക്കെ ഏതെങ്കിലും ഒരു പ്രദേശത്തിൻ്റെയോ നഗരത്തിൻ്റെയോ ദേശത്തിൻ്റെയോ ഹിസ്സ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ട് എന്നാണ് അർത്ഥം, ഒരു പാർട്ടാണ്. ജിസ് പൃഥ്വി പർ വഹ് രഹ്താ ഹെ, അവർ ഈ ഭൂമിയിലാണ് താമസിക്കുന്നത്. വഹ് ബ്രഹ്മാണ്ഡ് കി സംരചന കാ ബഹുത് ഹി സൂക്ഷ്മ ഹോത്താ ഹെ, അവർ ഈ ഒരു ബ്രഹ്മാണ്ഡത്തിൽ, ഈ ഒരു യൂണിവേഴ്സിൽ ഒരുപാട് സൂക്ഷ്മമാണ്, വളരെ സൂക്ഷ്മമാണ് ഈ മനുഷ്യർ എന്ന് പറയുന്നത്. ഹമാര പൂരാ ഗ്രഹ് ബി ബ്രഹ്മാണ്ഡ് കെ വിശാൽ വിസ്താർ കാ ഏക് ചോട്ട അംശ ഹെ, നമ്മളുടെ ഈ പൂരാ ബ്രഹ്മാണ്ഡ്, മുഴുവൻ ബ്രഹ്മാണ്ഡവും ഈ വിസ്താരമായ ഈ ബ്രഹ്മാണ്ഡത്തിലെ ഒരു ചെറിയ ഒരു അംശമാണ് നമ്മൾ എല്ലാവരും. സെക്കൻഡ് സ്റ്റാൻസയാണ്. കിതനി ഹി ഭൂമിയാം കിതനി ഹി സൃഷ്ടിയാം യഹ് ഹെ അനുപാത് ആദ്മി കാ വിരാട് സെ ഇസ് पर भी आदमी ईर्ष्या अहम स्वार्थ घृणा अविश्वास लीन संज्ञातीत शंग सी दीवारें उड़ता है, अपने को दूजे का स्वामी बताता है, देशों की कौन कहे एक कमरे में दो दुनिया रचाता है. ഇതിൻ്റെ ഒരു ഭാവാർത്ഥം എന്ന് പറയുന്നത്, इन पंक्तियों में मनुष्य की कमियों, अहंकारपूर्ण स्वभाव और ब्रह्मांडीय सच्चाई की बीच तुलना ही गई है. ഈ ഒരു സ്റ്റാൻസയിൽ മനുഷ്യക്ക് കമ്മിയോ, മനുഷ്യന്മാരുടെ കുറവുകൾ, അഹങ്കാരപൂർണ്ണ സ്വഭാവ്, അവരുടെ ആ ഒരു അഹങ്കാരത്തോടു കൂടിയുള്ള ബിഹേവിയർ, അവർ ബ്രഹ്മാണ്ഡീയ സച്ചായിക്ക് ബീച്ച്, ഇവരുടെ ഈ സ്വഭാവങ്ങൾ ബ്രഹ്മാണ്ഡത്തിലെ സത്യത്തോട് തുലനാക്കി ഗയി ഹെ, ഒരു ബാലൻസ്, അവർ ആ ഒരു അതുമായിട്ട് ഒരു യോജിച്ച് ചേർത്ത് വെച്ചിരിക്കുകയാണ്, അവരുമായിട്ട് താരതമ്യം ചെയ്തിരിക്കുകയാണ്. തുലനാക്കി ഗയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് താരതമ്യം ചെയ്തു വെച്ചിരിക്കുകയാണ്. ഹർ ബ്രഹ്മാണ്ഡ് മേം അസംഖ്യ പൃഥ്വ, എല്ലാ ബ്രഹ്മാണ്ഡത്തിലും ഒരുപാട് പൃഥ്വിയുണ്ട്. സൃഷ്ടിയാം ഹോത്തി ഹെ, അതുപോലെ തന്നെ സൃഷ്ടികളുണ്ട്. ഹമാര ഗ്രഹ് പൃഥ്വി അവർ മനുഷ്യ കാ ജീവൻ തോ ഇസ് ബ്രഹ്മാണ്ഡ് കാ ചോട്ട ഹിസ്സ ഹെ, നമ്മളുടെ ഗ്രഹവും ഈ പൃഥ്വിയും അതുപോലെ തന്നെ മനുഷ്യൻ്റെ ജീവിതവും എല്ലാം ഇസ് ബ്രഹ്മാണ്ഡ് കാ ഏക് ചോട്ട ഹിസ്സ ഹെ, ഈ ബ്രഹ്മാണ്ഡത്തിലെ ഒരു ചെറിയ ഒരു ഭാഗമാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതിൻ്റെ എൻഡിൽ ഞാൻ ഇതിൻ്റെ കുറച്ച് വീഡിയോ മീനിങ്ങുകളും കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.